വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മെന്റ് നാസമാണ് പോക്കോയുടെ ഭാഗത്ത് നിന്നും 25,000 രൂപയ്ക്ക് ഒരു വെൽ പെർഫോമൻസ് ആയിട്ടുള്ള കിഡു പാക്കേജ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്. പോക്കോ F6 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് വരുന്നത്. ഒട്ടനവധി സ്പെസിഫിക്കേഷൻ ആണ് പോക്കോ ഇത്തവണ F6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നിരിക്കുന്നത്. ഏറ്റവും നല്ല പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റ്, ക്യാമറ, ബാറ്ററി കപ്പാസിറ്റി, ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൊബൈൽ ഫോണിൽ പോക്കോ കുത്തി നിറച്ചുകൊണ്ടാണ് ഇത്തവണ മാർക്കറ്റിലേക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ഇറക്കി വിട്ടിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളെ കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അതേ വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചിപ്സെറ്റിനെ കുറിച്ച്, ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്ന ചിപ്സെറ്റിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ക്വാൽകോം സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 എന്ന് പറയുന്ന ഒരു പ്രോസസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. നമ്മുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് മൊബൈലിലൊക്കെ കാണുന്ന 8 Gen 3യോട് കിടപിടിക്കുന്ന ആ രീതിയിലുള്ള ആ ഒരു സെയിം കോർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു പോക്കോ F6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന 8s Gen 3 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ കോറിന്റെ ക്ലോക്ക് സ്പീഡിൽ കുറച്ച് സ്പീഡ് കുറവുണ്ട്. എക്സാക്ട്ലി നിങ്ങൾ കണക്ക് കൂട്ടി കഴിയുകയാണെങ്കിൽ 8 Gen 3യുടെ അത്രയും പെർഫോമൻസ് കിട്ടത്തില്ലെങ്കിൽ കൂടി ഇതിന് മുമ്പ് ഇറങ്ങിയ ക്വാൽകോം സ്നാപ്ഡ്രാഗന്റെ ഇതിന് മുന്നേ ഇറങ്ങിയ 8 Gen 2 എന്ന് പറയുന്ന ആ ഒരു പ്രോസസറിന്റെ ഏകദേശം നല്ലൊരു പെർഫോമൻസ് ഈ പറഞ്ഞ 8s Gen 3 എന്ന് പറയുന്ന പ്രോസസറിൽ കിട്ടുന്നുണ്ട്. പോക്കോ F6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 179 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. IP64ന്റെ വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് ഡ്യുവൽ നാനോ സിം ഇടാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു മൊബൈൽ ഫോണിന്റെ സിം ട്രേക്ക് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ പോക്കോയുടെ എല്ലാ മൊബൈൽ ഫോണിലും നല്ല ക്വാളിറ്റി ബേസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് പോക്കോ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു മൊബൈലിലും F6 എന്ന് പറയുന്ന മൊബൈൽ ഫോണിലും അത്തരത്തിലുള്ള നല്ല ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് തന്നിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ സൈസിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.67 ഇഞ്ചാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത്. 68 ബിറ്റ് കളർ സപ്പോർട്ടുള്ള AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് തരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിലെ കോറിംഗ് ഗറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷനും നമുക്ക് പോക്കോ നൽകുന്നുണ്ട്. HDR10+ഉം അതേപോലെ തന്നെ ഡോൾബി വിഷനും സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ വന്നിരിക്കുന്നത്. 500 നിറ്റ്സിന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസും 1200 നിറ്റ്സിന്റെ HBM-ഉം 2400 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് പോക്കോ നൽകിയിരിക്കുന്നത്. 2400 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹെവി പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 1200 എന്ന് പറയുന്നത് ഡീസന്റ് ആയിട്ട് അത്യാവശ്യം നല്ല ഇനഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള HBM തന്നെയാണ് 1200 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെവി യൂസേജിനാണെങ്കിലും 1200 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് കപ്പാസിറ്റി മാക്സിമം തന്നെയാണ്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 വരുന്നത്. ഹൈപ്പർ OS ആണ് ഇതിൽ സപ്പോർട്ടായി വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിപ്സെറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന 4 നാനോമീറ്റർ ഒക്ടാകോർ പ്രോസസർ ആണ് വരുന്നത്. 8 Gen 3യും അതേപോലെ തന്നെ 8s Gen 3യും തമ്മിലുള്ള GPU വ്യത്യാസം വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റിൽ പോക്കോ F6 നൽകിയിരിക്കുന്ന ചിപ്സെറ്റിൽ നമുക്ക് GPU വരുന്നത് Adreno 735 ആണ്. പക്ഷേങ്കിൽ 8 Gen 3 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റിൽ പ്രീമിയം സെഗ്മെന്റിൽ കിട്ടുന്ന ചിപ്സെറ്റിൽ നമുക്ക് GPU വരുന്നത് Adreno 750 ആണ്. ഈ ഒരു വ്യത്യാസം ഈ ഒരു ചിപ്സെറ്റിൽ വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും നമുക്ക് പോക്കോ പ്രദാനം ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ തരുമെന്നാണ് പോക്കോ അവകാശപ്പെടുന്നത്. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 3 മെമ്മറി വേരിയന്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ മാർക്കറ്റിൽ എത്താൻ പോകുന്നത്. 8256, 12256, 12512. അതേപോലെ ഈ ഒരു മെമ്മറി വേരിയന്റിനൊക്കെ എത്രയാണ് വില വരുന്നതെന്ന് വീഡിയോയുടെ അവസാനം ഉറപ്പായിട്ടും പറയുന്നുണ്ടായിരിക്കും. സ്റ്റോറേജിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ UFS 4.0 ആണ് വരുന്നത്. ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് പോക്കോ F6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. അതിൽ 1.6 ആണ് അപ്പർച്ചർ വരുന്നത്. ഇതൊരു വൈഡ് ലെൻസ് ആണ് വരുന്നത്. 4K 60 FPS OIS സപ്പോർട്ടോട് കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. 60 FPS നമുക്ക് 4K OS സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് രണ്ടാമത്തെ ക്യാമറ ആയിട്ട് വരുന്നത്. 4.0 ആണ് അപ്പർച്ചർ വരുന്നത്. അതേപോലെ തന്നെ ഈ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 20 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ലെൻസ് ആണ് വരുന്നത്. 2.2 ആണ് ഇതിന്റെ അപ്പർച്ചർ എന്ന് പറയുന്നത്. HDR സപ്പോർട്ട് ഉണ്ട്. 180 നിങ്ങൾക്ക് 30 and 60 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും പോക്കോ നൽകുന്നുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ ജാക്ക് വരുന്നില്ല. അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. ചിപ്സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ മറന്നുപോയി. ഗെയിം ഒക്കെ കളിക്കുന്ന ആളുകൾക്ക് BGMI അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി അതേപോലെ
ഗഷൻ ഇമ്പാക്ട് ഒക്കെ പോലെയുള്ള ഗെയിംസ് ഒക്കെ ഹെവി ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ 60 FPS HDR സപ്പോർട്ടിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. 90 FPS ചിലപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേഷനോട് കൂടി വന്നേക്കാം. കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 120 FPS നിങ്ങൾക്ക് കളിക്കാനുള്ള ഓപ്ഷനും ഈ ഒരു പോക്കോ F6 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിൽ സപ്പോർട്ട് ആയിട്ട് വരുന്നത്. NFC സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. USB Type-C 2.0 ആണ് OTG ആൻഡ് ചാർജിംഗ് കേബിൾ ആയിട്ട് വരുന്നത്. സെൻസേഴ്സ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ബോക്സിനോടൊപ്പം തന്നെ 120 വാട്ടിന്റെ ചാർജർ നമുക്ക് തരുന്നുണ്ട്. ബാക്കി എല്ലാ കമ്പനികളും ചാർജർ എടുത്ത് മാറ്റി കഴിയുമ്പോൾ പോക്കോ F6 എന്ന് പറയുന്ന അല്ലെങ്കിൽ പോക്കോയുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ 120 വാട്ടിന്റെ ചാർജർ നമുക്ക് തരുന്നുണ്ട്. പക്ഷെങ്കിൽ ഫോൺ 90 വാട്ട് ആണ് നമുക്ക് ചാർജർ സപ്പോർട്ട് വരുന്നത്. ഏകദേശം 35 മിനിറ്റ് കൊണ്ട് 100% ഈ ഒരു 5000 mAh കൊണ്ടുവരാൻ പറ്റുമെന്ന് പോക്കോ അവകാശപ്പെടുന്നുണ്ട്. ബ്ലാക്ക്, ഗ്രീനിയം, ടൈറ്റാനിയം ഈ ഒരു 3 കളർ വേരിയന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 8256 എന്ന് പറയുന്ന വേരിയന്റിന് 25999, ടോൾ 256ന് 27999, ടോൾ 512ന് 29999 ഈ ഒരു 3 വേരിയന്റിലാണ് കിട്ടുന്നത്. ഇതൊരു ഓഫർ പ്രൈസ് ആണ്. ഏതായാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു പെർഫോമൻസ് എന്ന ചിപ്സെറ്റ്, ക്യാമറ, അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി, ഗെയിമൊക്കെ കളിക്കാനാണെങ്കിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് ആയിട്ടാണ് പോക്കോ F6 നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 25,000 രൂപയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുക്കാനുള്ള ബഡ്ജറ്റ് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മൊബൈൽ ഫോൺ പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുന്ന മൊബൈൽ തന്നെയാണ് പോക്കോ F6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് കയറി നിങ്ങൾക്ക് നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിലും വാങ്ങാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.